ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മനിയിലെ പാർട്ട് ടൈം ജോബ് എങ്ങനെയാണ്, അത് കിട്ടാനുള്ള വഴികൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയാണ്. വഴികൾ എന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് റഫായിട്ടാണ് പറഞ്ഞു പോകുന്നത്. ഇനിയൊരു വീഡിയോ ഞാൻ ഡീറ്റെയിലി പാർട്ട് ടൈം ജോബ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ഏതൊക്കെ പാർട്ട് ടൈം ജോബ് നമുക്ക് ഇവിടെ വന്നാൽ ഉടനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയൊക്കെ ഒരു ഡീറ്റെയിൽ ഇൻഫോർമേറ്റീവ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊരു റഫായിട്ടുള്ള കാര്യങ്ങൾ, ഇവിടെ എങ്ങനെ ഈ പാർട്ട് ടൈം ജോബിൻ്റെ സിസ്റ്റം വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റി സംസാരിക്കാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് ജർമ്മനിയിലോട്ട് വരാൻ താല്പര്യമുള്ളവരാണ്, അതേപോലെ തന്നെ ഇത്തരം പാർട്ട് ടൈം ജോബിനെ പറ്റി അറിയണം, അതേപോലെ തന്നെ എങ്ങനെ അവിടെ പാർട്ട് ടൈം ജോബ് കാര്യങ്ങളും നിലനിന്ന് പോകുന്നു, നമുക്കത് കിട്ടുമോ, അവൈലബിലിറ്റി എന്തോരം ഉണ്ട്, ഇനി അപ്ലൈ ചെയ്താലും എത്ര ശതമാനം സാധ്യതയുണ്ട് എന്നുള്ളതിനെ പറ്റിയൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം ടോപ്പിക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, കാരണം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഇൻഫോർമേഷൻസ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ദീർഘിപ്പിക്കാതെ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയാൻ പോകുന്നത്. എൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മാർച്ച് 20 ഈ വർഷം ഇവിടെ ജർമ്മനിയിൽ എത്തിയത്. എനിക്ക് ഏകദേശം ഒരു മാസത്തിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു മാസത്തിന് ഉള്ളിൽ തന്നെ എനിക്ക് പാർട്ട് ടൈം ജോലി കിട്ടി. പക്ഷേ ഈ ഒരു മാസവും എടുക്കില്ലായിരുന്നു, കാരണം കുറച്ച് ഫോർമാലിറ്റീസ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ആദ്യമായിട്ട് ഒരു പുതിയ രാജ്യത്തിലേക്ക് വരുമ്പോൾ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് നമ്മുടെ കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളും കഴിയാനുണ്ടാവും. അതാണ് നമ്മളിപ്പോൾ ഒരു വീട്ടിലായിരിക്കും താമസിക്കുക. അപ്പോൾ ആ ഹൗസ് ഓണർക്ക് തരുന്ന കോൺട്രാക്റ്റ് കിട്ടി, അതുപോലെ തന്നെ സിറ്റി രജിസ്ട്രേഷൻ നടത്തണം, അതേപോലെ ബാങ്ക് അക്കൗണ്ട് എടുക്കണം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്ത് അത് നമ്മുടെ അഡ്രസ്സിൽ വരണം. നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇവിടെ എന്ത് കാര്യം പോസ്റ്റൽ സിസ്റ്റമാണ്. അപ്പോൾ ഏകദേശം 1 മുതൽ 2 ആഴ്ച വരെ സമയമെടുക്കും എന്തൊരു പുതിയ ഫോർമാലിറ്റി കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടാൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഏകദേശം 1 മാസം എടുത്തു. പിന്നെ ഈ 1 മാസം എടുത്ത് എനിക്ക് എല്ലാ കാര്യങ്ങളും സെറ്റായി കഴിഞ്ഞ് ഞാൻ ആദ്യം ഞാൻ ഒന്നിലേക്ക് അപ്ലൈ ചെയ്തില്ല. ഞാൻ ആദ്യം തന്നെ എൻ്റെ കൂട്ടുകാരൻ എനിക്ക് അഡേക്കോ എന്ന് പറഞ്ഞൊരു ജോബ് ഏജൻസിയുടെ നമ്പർ തന്നായിരുന്നു. അപ്പോൾ ഈ ജോബ് ഏജൻസിയുടെ നമ്പർ തന്നപ്പോൾ തന്നെ ഞാൻ അവർക്ക് വിളിച്ചു. അപ്പോൾ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു, എൻ്റെ ഇൻഷുറൻസ് നമ്പർ, അതേപോലെ തന്നെ എവിടെയാണ് നിൽക്കുന്നത്, നിങ്ങൾക്ക് ഈ ജോലിക്ക് വരാൻ പറ്റുമോ എന്നുള്ള ജസ്റ്റ് റഫായിട്ടൊരു ചെറിയൊരു ഫോൺ ഇൻ്റർവ്യൂ നടത്തി. അതിനുശേഷം എന്നോട് നേരിട്ട് അവരുടെ ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവരുടെ ഓഫീസിലേക്ക് ചെന്നപ്പോൾ അവരെന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്. നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ നൈറ്റ് ഡ്യൂട്ടി ചെയ്യാൻ താല്പര്യമുണ്ടോ ഇല്ലയോ എന്നാണ് ആദ്യം തന്നെ ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, കാരണം എൻ്റെ കൂട്ടുകാരന്മാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് ജോലിയും എന്ത് സാഹചര്യം കിട്ടിയാലും കളയണ്ട, അത് വിടണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നൈറ്റ് ഡ്യൂട്ടി എടുത്തു. കാരണം ഈസ്റ്റർ പീക്ക് ടൈം ആയിരുന്നു, അവർക്ക് ആൾക്കാരെ ആവശ്യമുണ്ടായിരുന്നു. DHLയുടെ വെയർ ഹൗസിൽ വർക്ക് ചെയ്യാനാണ് എന്നെ വിളിച്ചത്. ഞാൻ പോയി, എന്നെ ഓക്കെയാണ്, പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ഏകദേശം 6 ദിവസമാണ് വർക്ക് ചെയ്തത്. അത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല, ഈ ഈസ്റ്റർ പീക്ക് ടൈമിൽ എടുത്ത എല്ലാവരെയും ഏകദേശം അത്രയും 1 ആഴ്ച മുതൽ 2 ആഴ്ച വരേക്കും നിലനിർത്തിയിട്ടുള്ളവർ ആ ഒരു വെയർ ഹൗസിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ വളരെ വിരലിലുണ്ടാവുന്ന ആൾക്കാരെ മാത്രം അവരൊരു 2-3 മാസമൊക്കെ നിർത്തിയിട്ടുള്ളത്. എനിക്ക് കിട്ടിയ കോൺട്രാക്റ്റ് 3 മാസത്തെ കോൺട്രാക്റ്റ് ആയിരുന്നു. പക്ഷേ എനിക്ക് ആ കോൺട്രാക്റ്റിൽ പ്രകാരം എനിക്ക് 3 മാസം വർക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് എൻ്റെ DHL വെയർ ഹൗസ് വർക്കറായിട്ടാണ്. പിന്നത്തെ 2ാമത്തെ ജോലിക്ക് ഞാൻ വീണ്ടും ട്രൈ ചെയ്തു, കാരണം എൻ്റെ ആദ്യത്തെ ജോലി പോയില്ല. 2ാമത്തെ ജോലി ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആപ്ലിക്കേഷൻസ് ഒരുപാട് ആപ്ലിക്കേഷൻസ് അയച്ചു. അപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടിയ 2ാമത്തെ ജോലി എന്ന് പറയുന്ന ആ ഒരു സ്ഥാനത്ത് എനിക്ക് 2 ജോലികൾ വന്നു. ഒന്ന് ആംഗ്ല എന്ന് പറഞ്ഞൊരു വെയർ ഹൗസ് വർക്കറായിട്ട്, 2ാമത് ബർഗർ മീ എന്ന് പറഞ്ഞ ഒരു ബർഗർ ഷോപ്പിൽ കിച്ചൺ അസിസ്റ്റൻ്റ് ആയിട്ട്. അപ്പോൾ എനിക്ക് കൺഫ്യൂഷനായി എവിടെ പോകണം എന്നുള്ളത്. കാരണം സൈമിൾട്ടേനിയസ്ലി 2 ജോലി വരുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ എനിക്കും ഈ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആദ്യം ആംഗ്ലയിൽ ട്രയലിന് പോയി. ആംഗ്ല എന്ന് പറഞ്ഞ വെയർ ഹൗസിൽ ട്രയലിന് പോയി. വെയർ ഹൗസ് വർക്കറായിട്ട് വലിയ കുഴപ്പം എനിക്ക് തോന്നിയില്ല. അതേപോലെ തന്നെ ബർഗർ മീലും പോയി. ബർഗർ മീൽ പോയപ്പോൾ അവർ പറഞ്ഞത് അതൊരു ഹാഫ് ഓഫ് ദ മന്ത് അല്ലെങ്കിൽ ഒരു മിഡ് ഓഫ് ദ മന്തിലാണ് എന്നെ ഈ 2 സ്ഥലത്തു നിന്നും വിളിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു, ബർഗർ മീന്ന് എന്നോട് പറഞ്ഞു, ഈ മാസം കഴിഞ്ഞിട്ട് നമുക്ക് ട്രയൽ അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്കും എൻ്റെ കൂട്ടുകാരനും ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് 2 പേരും സെലക്ട് ചെയ്തു, എടുത്തിട്ടുണ്ട്, അടുത്ത മാസം ആകുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആംഗ്ലയിൽ അപ്പോഴേക്കും ഞാനും ഈ കൂട്ടുകാരൻ തന്നെ ആംഗ്ലയിലുണ്ടായിരുന്നു. ഞങ്ങൾ ആംഗ്ലയിൽ സ്ഥിരമായിട്ട് പോയി തുടങ്ങി. ഇനിയിപ്പോൾ ഇവിടെ ബർഗർ മീൽ പോയി നോക്കാം, ഫസ്റ്റ് ദിവസം 2 കൂടി ചെയ്താലും വലിയ സീൻ വരില്ല എന്ന് വിചാരിച്ച്
ഞാൻ ബർഗർ മീലും ആ പുതിയ മാസം തുടങ്ങിയപ്പോൾ പോയി. പക്ഷെ ബർഗർ മീല് കുറച്ച് ബുദ്ധിമുട്ട് തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് പേഴ്സണൽ എന്ന് പറയാൻ പറ്റില്ല, അത് വിവരിക്കാൻ നിന്ന സമയം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ബർഗർ മീൽ ഡ്രോപ്പ് ചെയ്തു, ഞാൻ ആംഗ്ലയിൽ പോയി. അപ്പോൾ ടോട്ടലി എനിക്ക് പാർട്ട് ടൈം ജോലി ചെയ്തുള്ളൊരു സെനാരിയോ എന്ന് പറയുന്നത് 3 സ്ഥലത്താണുള്ളത്. അതിൽ DHLലും ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പണിയുണ്ട്, നല്ല രീതിക്ക് പണിയുണ്ട്, പക്ഷേ DHL ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പിന്നെ ബർഗർ മീൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഫിസിക്കലി ഉള്ളൊരു ബുദ്ധിമുട്ടല്ല, പകരം അത് ഞാൻ പറഞ്ഞല്ലോ, അത് സമയം എടുക്കും, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വിവരിക്കാത്തത്. പിന്നെ അതേപോലെ ആംഗ്ലയിൽ ഐ വാസ് സാറ്റിസ്ഫൈഡ്. ആഴ്ചയിൽ 2 ദിവസം പണിയുള്ളൂ. നമുക്ക് മാസത്തിൽ ഏകദേശം ഒരു 800-900 യൂറോ വരെ കയ്യിൽ കിട്ടുമായിരുന്നു. പിന്നെ അത് അവിടെ നിന്നും ഈ പറഞ്ഞ പോലെ ആംഗ്ലയിൽ എന്താ പറയുക, അവർക്ക് വർക്ക് കുറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഒരു ബൾക്കായിട്ടുള്ള ഒരു കുറച്ച് സ്റ്റുഡൻസിനെ പിരിച്ചു കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് എനിക്ക് കിട്ടിയ ഒരു ജോലിയാണ് ഹോട്ടലിൽ റൂം ക്ലീനിങ് ആയിട്ട്. അത് ഫുൾ ടൈം ജോബ് പോലെയാണ് എനിക്ക് കിട്ടിയത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് ടൈം ആയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യും, ബാക്കി കൂടുതൽ അവർ വരികയാണെങ്കിൽ ആ പൈസ നമുക്ക് കയ്യിൽ തരും എന്നാണ് പറഞ്ഞത്. പക്ഷേ അവർ ചെറിയ രീതിയിലുള്ളൊരു ചീറ്റിംഗ് ആയിരുന്നു. കാരണം എന്നോട് അവർലി പേ ആണ് എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര റൂം ക്ലീൻ ചെയ്യുന്നു അത്രയും റൂമിനനുസരിച്ച് പൈസ തരുന്ന രീതിയിലാണ് അവർ ജോലിക്ക് കയറി 2 ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു മനോഭാവം. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു അവർലി പേ ആണെങ്കിൽ നമ്മൾ എത്ര റൂം ക്ലീൻ ചെയ്തൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ റൂമിന് പൈസ തരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം നമുക്ക് 4-5 റൂമൊക്കെ മാക്സിമം ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ 7, 8, 10, 11 റൂമും ക്ലീൻ ചെയ്യുന്ന എക്സ്പീരിയൻസ്ഡ് വർക്കേഴ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ സ്റ്റുഡൻ്റ് ആണ്, അതേപോലെ തന്നെ നമുക്ക് ഇത്തരം ജോലി ചെയ്ത് പരിചയമുണ്ട്. ഇപ്പം നാട്ടിൽ നമുക്ക് പരിചയം ഉണ്ടാവും, പക്ഷെ അത് ഇതുപോലെ സ്പീഡിലും ഇത്രയും വലിയ സ്യൂട്ട് റൂംസ് ഒന്നും ക്ലീൻ ചെയ്ത് പരിചയം ഉണ്ടാവില്ല. അപ്പോൾ ആ ജോലി ഞാൻ ചെയ്തപ്പോൾ ദേ വർ നോട്ട് സാറ്റിസ്ഫൈഡ്. ബിക്കോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ അവർ എൻ്റെ വർക്കിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ഒന്നുമല്ല. പക്ഷേ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. പക്ഷേ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, ഇതൊരു ഏജൻസി ത്രൂ ആണ് ഈ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തിരുന്നത്. ഏജൻറ്റ് എന്നോട് പറഞ്ഞത് അവർലി പേ ആണെന്നാണ്, പക്ഷെ അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് പറഞ്ഞത് റൂമിനായിരിക്കും കാശെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി അതൊരു ഉഡായിപ്പ് പരിപാടിയാണെന്ന്. ഞാനപ്പോൾ അത് വിട്ടു. പിന്നീട് എനിക്ക് കിട്ടിയ ജോലിയാണ് ഞാനിപ്പോൾ കറൻ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പാർട്ട് ടൈം ജോലി. ഞാനൊരു ബർഗർ റെസ്റ്റോറൻറ്റിൽ ബർഗർ ഷോപ്പിൽ ഒരു വർക്കറാണ്. നമ്മളവിടെ എല്ലാ പണിയും ചെയ്യണം. ഞാനിപ്പോൾ ചെയ്യുന്ന പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോജിസ്റ്റിക്സ് ഉണ്ട്, അവിടെ ചെയ്യണം. അതേപോലെ തന്നെ ക്ലീനിങ് ഉണ്ട്, നമ്മൾ ബർഗർ ഉണ്ടാക്കുന്ന അങ്ങനെ ആ ഒരു ഷോപ്പിൽ എന്തൊക്കെ പണിയുണ്ടോ അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ആൻഡ് അവേർലി പേ എനിക്ക് കിട്ടുന്നത് 12 ഐ തിങ്ക് അറൗണ്ട് 12.40 ആണെന്ന് തോന്നുന്നു അവേർലി പേ. പിന്നെ നമുക്ക് 10 മണിക്ക് ശേഷം നിൽക്കുമ്പോൾ സാലറി ഹൈക്ക് പെർ അവർ ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, വലിയ കുഴപ്പമില്ല. കാരണം നമ്മൾ എടുക്കുന്ന പണി അവേർലി പേ ആയതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. നമുക്ക് എത്ര മണിക്കൂർ നിന്നോ അത്ര മണിക്കൂർ തന്നെ നമുക്ക് പൈസ കിട്ടും. നമ്മൾ എക്സ്ട്രാ പൈസ അവർ ചെയ്ത് കഴിഞ്ഞാൽ പൈസ തരാതിരിക്കുന്ന പരിപാടിയൊന്നും ഇവിടെ ഇല്ല. സോ ദിസ് ഈസ് മൈ എക്സ്പീരിയൻസ്. അപ്പോൾ ഇത്രയും ഇതിനുള്ളിൽ തന്നെ ഞാൻ പറയാം, ആദ്യം DHL കിട്ടി, പിന്നെ ബർഗർ മീൽ കിട്ടി, പിന്നെ ആംഗ്ലയിൽ കിട്ടി, പിന്നെ ഒരു ഹൗസ് കീപ്പിംഗ് അല്ല ഹോട്ടൽ കീപ്പിംഗ് കിട്ടി, പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ബർഗർ മെസ്സിൽ ടോട്ടലി ഞാൻ 5 ജോലി എക്സ്പീരിയൻസ് ചെയ്തു. ഞാൻ എവിടെയൊക്കെ ഞാൻ സർവൈവ് ചെയ്തു എന്നുള്ളത് വേറൊരു വിഷയമാണ്. പക്ഷേ എങ്കിൽ കൂടിയും ഒരുപാട് പേര് എന്നോട് ഇൻസ്റ്റാഗ്രാം ത്രൂ DM-ൽ ചോദിക്കുന്നുണ്ട്, അവിടെ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്, ജോലി കിട്ടുന്നില്ല എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ടല്ലോ. ശരിയാണ്, ജോലി കിട്ടാൻ പ്രയാസം തന്നെയാണ്. നമുക്കൊരിക്കലും നമ്മുടെ അടുത്തേക്ക് ജോലി കൊണ്ടുവന്ന് തരില്ല. നമ്മൾ അന്വേഷിക്കണം, നമ്മൾ നല്ല രീതിയിൽ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കണം. ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാനിവിടെ വന്നു ആദ്യത്തെ ഒരു ജോലി മാത്രമാണ് ഒരു ഫോൺ കോളിൽ എനിക്ക് കിട്ടിയുള്ളൂ. രണ്ടാമത്തെ ജോലിക്ക് വേണ്ടി ഞാൻ ഏകദേശം ഫ്രാങ്ക്ഫൂട്ടിൽ ഹോപ്റ്റ് ബാനോഫിൻ്റെ അവിടെ നിന്ന് തുടങ്ങുന്ന കടകൾ മൊത്തം കയറി ഇറങ്ങി ഞാൻ എത്തിയത് ഹോപ്റ്റ് വാഹിയാണ്, മൈസൈൽ മാളിൻ്റെ അവിടെ വരെ. അപ്പോൾ അത്രയും ദൂരം ഏകദേശം ഒരു 1 കിലോമീറ്റർ 2.5 കിലോമീറ്ററിൻ്റെ ഇടയിലുള്ള എല്ലാ ഫുള്ള് കടകളും ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 കിലോമീറ്ററിൻ്റെ ഇടയിൽ നമ്മുടെ നാട്ടിലെ പോലെ കുറച്ച് കടകളല്ല, അടുപ്പിച്ച് കടകളാണ്. എസ്പെഷ്യലി ഒരു ബാനോഫിൻ്റെ അടുത്തെന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ അവിടെ ഫുള്ളുള്ള എല്ലാ കടകളിലും ഞാൻ കയറി ഇറങ്ങി ഞാൻ ചോദിച്ചു. അപ്പോൾ കുറച്ച് സ്ഥലത്ത് നിന്ന്
മെയിൽ ID ചോദിച്ചു, ഞാൻ കൊടുത്തു. അതിൽ നിന്ന് ഒരാളൊക്കെയാണ് വിളിച്ചത്. അപ്പോൾ ഞാൻ പറയട്ടെ, കഷ്ടപ്പാടുണ്ട്. നമ്മൾ ഒരുപാട് ഇതിൽ അപ്ലൈ ചെയ്യണം, ഒരുപാട് കടകളിൽ കയറി ഇറങ്ങണം. ആൻഡ് നമ്മളൊരു സ്റ്റുഡൻ്റാണ്, നമുക്ക് ജർമ്മൻ കൂടി അറിയില്ല എന്നുണ്ടെങ്കിൽ അവരെടുക്കാനുള്ള സാധ്യതകൾ കുറവാണ്. എന്ന് കരുതി ഇവിടെ പാർട്ട് ടൈം കിട്ടില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇവിടെ പാർട്ട് ടൈം കിട്ടും. ഈ വന്ന 6 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് 5 ജോലികളാണ് വന്നത് അന്വേഷിച്ചപ്പോൾ. ഇതിൻ്റെ ഇടയിൽ ഞാൻ KFCയിലും ട്രയലിന് പോയിരുന്നു. അവർ വിളിക്കാമെന്ന് പറഞ്ഞിരുന്നു, വിളിച്ചിട്ടില്ല. പക്ഷെ അപ്പോഴേക്കും എനിക്ക് ഇവിടെ ജോലി കിട്ടി. സോ ഇറ്റ്സ് അബൌട്ട് ഹൗ യു സീ ദ ഓപ്പർച്യൂണിറ്റീസ്. നിങ്ങൾ സൈഡിലുള്ള ഓപ്പർച്യൂണിറ്റീസിനെയൊക്കെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. നിങ്ങൾ അതുപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ കൊണ്ടു തരണമെന്നില്ല, നമ്മൾ അന്വേഷിക്കേണ്ടി വരും, ഇറങ്ങേണ്ടി വരും. അപ്പോൾ ഇതാണ് പാർട്ട് ടൈം സെനാരിയോ. ഇനി പാർട്ട് ടൈമിനെ കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ അവേർലി പേ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ബേസിക് പേ അവേർലി 12 യൂറോ ഇവിടെ മസ്റ്റാണ്. ഇനി അത് അടുത്ത വർഷം കൂട്ടാൻ പോവുകയാണെന്ന് 13-14 സംതിങ് ആക്കാൻ പോവുകയാണെന്ന് കേൾക്കുന്നുണ്ട്. അത് ഇതുവരെ കൂട്ടിയിട്ടില്ല, അടുത്ത വർഷം എന്നാണ് പറയുന്നത്. ഇനി വെയർ ഹൗസ് വർക്കറായിട്ട് നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു 14 കിട്ടും. വെയർ ഹൗസ് വർക്ക് കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടും. ഇപ്പോൾ ആമസോൺ, ഞാൻ തന്നെ ഒരു റീല് ഇൻസ്റ്റയിലും ഷോർട്ട് യൂട്യൂബിൽ ഇട്ടിരുന്നു ആമസോണിൽ എങ്ങനെ അപ്ലൈ ചെയ്യാന്ന് ഉള്ളതിനെ പറ്റി. ഞാൻ അതിനുവേണ്ടി അപ്ലൈ ചെയ്തിരുന്നു, എന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അപ്പോഴേക്ക് ഇവിടെ ജോലി കിട്ടിയതുകൊണ്ടാണ്. അപ്പോൾ എനിക്കിപ്പോൾ മൊത്തം 6 ജോലിയാണ് മൊത്തത്തിൽ എൻ്റെ ഈ ഒരു 6 മാസത്തെ ജർമ്മൻ ലൈഫിലൂടെ കടന്നു പോയത്. ഐ മീൻ ഞാൻ അഗൈൻ പറയുന്നു, ഞാൻ എത്ര ജോലിയിൽ സസ്റ്റെയിൻ ചെയ്തു എന്നുള്ളതല്ല. നിങ്ങളുടെ ചോദ്യം അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് എന്നോട് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രമാത്രം ജോലിക്ക് നമ്മൾക്ക് കിട്ടുമെന്നുള്ളതാണ്. ഇവിടെ ഒന്നും ഇവരുടെ പ്രശ്നം മാത്രമല്ല, ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓഫർ ചെയ്തിരുന്നു, ചിലതൊന്നും എനിക്ക് പറ്റാത്തത് കൊണ്ടും കൂടിയാണ് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് ചെയ്യാം, നമുക്ക് കിട്ടും. അതിനുവേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കണം. അല്ലാതെ വരുന്ന ജോലികൾക്ക് പോകാൻ പറ്റില്ല, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇനി അതുപോലെ തന്നെ മിനി ജോബ്സ് ഉണ്ട് ഇവിടെ. മിനി ജോബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് ഇല്ലാതെ 530 യൂറോ വരെ നമുക്ക് മാസം കിട്ടുന്ന ജോലിയാണ്. സോ ഇവിടെ മിനി ജോബും പാർട്ട് ടൈമും കൂടി ചെയ്യുന്നവരുണ്ട്. മിനി ജോബ് എന്താ പറയുക, ആഴ്ചയിൽ 1 ദിവസം 2 ദിവസം ചെയ്യുന്നു, ബാക്കി 3 ദിവസം പാർട്ട് ടൈം ചെയ്യുന്നു. അങ്ങനെ മുമ്പോട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട്. സോ അപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടുക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യം അല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എങ്ങനെ നമ്മളെ ഇവിടെ പിടിച്ചു നിൽക്കാൻ നമ്മളെങ്ങനെ പ്രയത്നിക്കുന്നു എന്നുള്ളതാണ്, നമ്മൾ എത്രമാത്രം എഫേർട്ട് ഇടുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഒരു കാര്യമാണ് ഇൻഡീഡിൽ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇൻഡീഡ് എന്ന് പറഞ്ഞ ജോബ് ആപ്ലിക്കേഷനിൽ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഐ മീൻ ജർമ്മൻ പ്രൊഫൈലാണെങ്കിൽ കുറച്ചും കൂടി നല്ലത്. അതില്ലെങ്കിലും കുഴപ്പമില്ല, ഇംഗ്ലീഷ് പ്രൊഫൈലാണ്, എക്സ്പീരിയൻസ്ഡ് ആണെന്ന് വെച്ചോളൂ, എന്നാലും കുഴപ്പമില്ല. അപ് ടു ഡേറ്റഡ് എന്താ പറയുക ഇൻഫോർമേഷൻസ് ആയിരിക്കണം നമ്മുടെ CV വരേണ്ടത്. എന്നിട്ട് ഇൻഡീഡിൽ അപ്ലൈ ചെയ്യുക. ഒരുപാട് എൻ്റെ സുഹൃത്തുക്കൾക്ക് ഇൻഡീഡ് ത്രൂ ആണ് കിട്ടിയത്. ഇപ്പോൾ എൻ്റെ കൂടെയുള്ള ഒരു വർക്ക് ചെയ്യുന്ന ഒരാൾ ഡിച്ച് എന്ന് പറഞ്ഞൊരു കോഫി ഷോപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്കറിയാവുന്ന ആൾക്കാരാണ് ആദ്യം ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് കയറിയത്, ബർഗർ മേസ്റ്ററിൽ. അവർ മുഖേനയാണ് എനിക്ക് കിട്ടിയത്. പിന്നെ അതേപോലെ തന്നെ ലിഫ്രാൻഡോ എന്ന് പറയുന്ന ഫുഡ് ഡെലിവറി ആപ്ലിക്കേഷൻ ഉണ്ട്. അവർ വിളിക്കും. നമുക്കപ്പോൾ നമ്മുടെ നാട്ടിൽ സൊമാറ്റോ കൊടുക്കുന്ന പോലെ, പക്ഷേ വ്യത്യാസമുണ്ട്. സൊമാറ്റോയ്ക്ക് പെർ ഓർഡറാണ് കമ്മീഷൻ വരുന്നത്, പക്ഷേ ഒരു ലിഫ്രാൻഡോയ്ക്ക് പെർ അവറാണ്. സോ അതാണ് ഡിഫറൻസ്. സോ പിന്നെ വോൾട്ട് ഉണ്ട്, പിന്നെ ആമസോൺ DHL, ഈ പറഞ്ഞ ആംഗ്ല എന്ന് പറയുന്നത് ഒരു ത്രൂ ഔട്ട് ഞാൻ പണിയെടുത്തു എന്ന് പറഞ്ഞത് ഒരു ത്രൂ ഔട്ട് ഒരു ജർമ്മനി മൊത്തമുള്ളൊരു ലോജിസ്റ്റിക് കമ്പനിയല്ല, അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് അല്ല. അതൊരു വളരെ മിനിമലായിട്ട്, ഐ തിങ്ക് ഞാൻ വർക്ക് ചെയ്ത സ്ഥലത്ത് മാത്രമേ ആ ഒരു വെയർ ഹൗസ് ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇവിടെ കയറി വരാൻ പേടിക്കുന്നുണ്ട്, പാർട്ട് ടൈം ഇവിടെ കിട്ടില്ല എന്നുള്ളൊരു ഭയം കൊണ്ടാണ് നിൽക്കുന്നതെങ്കിൽ നിലവിൽ അത്തരം സെനാരിയോസ് ഇവിടെ ഇല്ല. പാർട്ട് ടൈം കിട്ടില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പാർട്ട് ടൈം കിട്ടും, പാർട്ട് ടൈം നല്ല രീതിയിൽ അന്വേഷിച്ചാൽ കിട്ടും. പിന്നെ ജോബ് വാലി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്, അത് ത്രൂ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആ ആപ്ലിക്കേഷനിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ജോലികൾ ഒരുപാട് അവർ ഉള്ള ജോലികൾ അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആരൊക്കെ എന്തിനൊക്കെ അന്വേഷിക്കുന്നു എന്നുള്ളത് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുത്ത് നമ്മളതിന് എലിജിബിൾ ആണെങ്കിൽ നമുക്കതിന് പോവാം. സോ ഇവിടെ ജോലി ഇല്ലാതെ ഇരിക്കുന്നവർ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടാകും. ഞാനങ്ങനെ ഒരുപാട് പേരൊന്നും ജോലി ഇല്ലാത്ത സ്റ്റുഡൻസിനെ കണ്ടിട്ടില്ല. മേ ബി ഇപ്പം എനിക്കിപ്പോൾ 1 മാസത്തിനുള്ളിൽ കിട്ടിയത്, 1 ഞാൻ അപ്ലൈ ചെയ്തു, 2 എനിക്ക് ചിലപ്പോൾ മേ ബി ഒരു ഭാഗ്യം കൂടി ഉണ്ട്. പക്ഷേ എൻ്റെ മുമ്പ് കൂടെ ഉണ്ടായിരുന്നവർ വന്നത് ഡിസംബറിലാണ്. അപ്പോൾ ആ സമയത്ത് അന്വേഷിച്ചപ്പോൾ അവർക്ക് ഉടനെ ഒന്നും കിട്ടിയിരുന്നില്ല. ഒരു ഫെബ്രുവരി മാർച്ചൊക്കെ ആയ സമയത്താണ് ഓരോരുത്തർ പിന്നെ ജോലിക്ക് കയറാൻ തുടങ്ങിയത്. പക്ഷേ കിട്ടാതിരിക്കില്ല, ഒരിക്കലും കിട്ടാതെ നിങ്ങൾ വിഷമിച്ച്
നരകിച്ച് പോവുക അങ്ങനത്തെ അവസ്ഥയൊന്നും ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. മറ്റുള്ളവരുമായിട്ട് ഒരുപാട് പേരോട് ഞാനിങ്ങനെ ചോദിച്ചിട്ടില്ല. കൂടെയുള്ളവരോടൊക്കെ ചോദിക്കുമ്പോൾ കുഴപ്പമില്ല, പോകാൻ പറ്റും എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പറയാനുള്ളത് അന്വേഷിക്കുക. അറിയാവുന്ന കൂട്ടുകാർ ത്രൂവും അല്ലാതെയും ഒക്കെ കിട്ടുന്ന എല്ലാത്തിലും KFC, McD, അതേപോലെ തന്നെ സബ്വേ, പിന്നെ ബർഗർ കിങ്, അങ്ങനെയുള്ള ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അവരുടെ ഒഫീഷ്യൽ സൈറ്റിലേക്കൊക്കെ ആപ്ലിക്കേഷൻ അയക്കുക കരിയേഴ്സിൽ കയറിയിട്ട്. അപ്പോൾ അവർ വിളി എവിടെ നിന്നെങ്കിലും വരും. നിങ്ങൾക്ക് ഒരു സ്ഥലത്തു നിന്ന് എവിടെ നിന്നെങ്കിലും വിളി വരും, അവിടെ കിട്ടുകയും ചെയ്യും. അത് ഒരു പേടിയും പേടിക്കണം. ഇനിയിപ്പോൾ കിട്ടിയില്ലെങ്കിൽ വീണ്ടും ട്രൈ ചെയ്യുക, എവിടെങ്കിലും കിട്ടും, അത് ഉറപ്പാണ്. അപ്പോൾ ഇത്രയും കാര്യമാണ് പാർട്ട് ടൈമിനെ പറ്റി പറയാനുള്ളത്. പിന്നെ ഈ പാർട്ട് ടൈം ഇനി എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളതിനെ പറ്റി എനിക്ക് എല്ലാ പാർട്ട് ടൈം ജോബ്സിൻ്റെയും ഡീറ്റെയിൽസ് എനിക്കറിയില്ല. പക്ഷെ എനിക്കറിയാവുന്ന പാർട്ട് ടൈം ജോബ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ടൊരു വീഡിയോ ഞാൻ ഉടനെ പോസ്റ്റ് ചെയ്യും. ഈ വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എനിക്ക് വർക്കും കൂടി ഉള്ളതുകൊണ്ടാണ് ചില സമയത്ത് ഡിലേ ഒക്കെ വരുന്നത്. അപ്പോൾ എന്നെ കാണുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോസൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ടെങ്കിൽ സോറി ഫോർ ദ ഡിലേ. എനിക്ക് കണ്ടിന്യൂസ്ലി പോസ്റ്റ് ചെയ്യണമെന്നുണ്ട്, ചില സമയത്ത് മടിയുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇവിടെ വരുന്നവർ. പിന്നെ ഞാൻ പറയാം, ഇവിടെ വരുമ്പോൾ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്, അതിനെപ്പറ്റിയും ഞാനൊരു വീഡിയോ ചെയ്യാം. പിന്നെ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി ഇവിടുന്ന് അറിയാനുള്ളത്. എനിക്കും കുറേ കാര്യങ്ങൾ എനിക്ക് അറിയില്ല. അറിയാവുന്ന കാര്യം നമുക്കിപ്പോൾ ബേസിക്കായിട്ട് വേണ്ട കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ അന്വേഷിക്കുന്നതും അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ത്രൂ കടന്നു പോയിട്ടുള്ള എക്സ്പീരിയൻസൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകം കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ, എനിക്കത് ചിലപ്പോൾ അറിയില്ലായിരിക്കും, ഞാൻ മേ ബി അന്വേഷിച്ചിട്ട് ചിലപ്പോൾ സമയമെടുക്കും, എങ്കിൽ കൂടിയും നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഞാൻ സമയമെടുത്തിട്ടാണെങ്കിലും ഞാൻ അതിനെപ്പറ്റി വളരെ കൃത്യമായിട്ട് അന്വേഷിച്ച് ക്ലിയർ കട്ടായിട്ടുള്ളൊരു ഇൻഫോർമേഷൻ തരാൻ ശ്രമിക്കാം. മേ ബി എനിക്ക് ഒരു ലിമിറ്റഡ് ഇൻഫോർമേഷൻ സോഴ്സിൽ നിന്നാണ് കിട്ടുന്നതെങ്കിൽ മേ ബി ആ ഒരു ക്ലാരിറ്റി കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ അത് പറയുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഈ വീഡിയോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പാർട്ട് ടൈമിനെ പറ്റി ഒരുപാട് ആവലാതിപ്പെടുന്നവർ അത്ര ആവലാതിപ്പെടണ്ട, വരിക, ഒരുപാട് ചിന്തിക്കണ്ട, അത്രേ ഉള്ളൂ. ഞാനൊക്കെ വന്ന സമയത്ത് ഒരുപാട് ചിന്തിച്ചിരുന്നു. അപ്പോൾ കൂട്ടുകാർ പറഞ്ഞു, അതിൻ്റെ ആവശ്യമില്ലടാ, അങ്ങനെ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, സംഭവം വരും, കിട്ടും, പണിക്ക് പോവും. നമ്മളെന്തായാലും നമുക്ക് ഇവിടെ സർവൈവ് ചെയ്യാതെ പറ്റില്ല. കാരണം ഇവിടെ നമ്മൾ തന്നെ വേണം നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ അത് ചെയ്യാൻ മുമ്പോട്ട് പോവുക, ഒരുപാട് ചിന്തിക്കാതിരുന്നാൽ മതി, ഒരുപാട് ടെൻഷനും അടിക്കേണ്ട ആവശ്യമില്ല. കാര്യങ്ങൾ വളരെ നൈസായിട്ടും സ്മൂത്തായിട്ട് പോകും. മേ ബി ഷോർട്ടേജ് വരാം, മേ ബി ഇപ്പോൾ ജോലി ഇല്ലെങ്കിൽ പൈസയ്ക്ക് ഷോർട്ടേജ്, ബ്ലോക്ക് മണിയൊക്കെ വെച്ചിട്ടാവും പോവുക. അപ്പോൾ നാട്ടിലേക്ക് അയക്കാൻ പറ്റില്ല, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വരും. പക്ഷെ അത് നമ്മൾ മാനേജ് ചെയ്യും. നമ്മൾ തന്നെ ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മൾ സെൽഫായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ചിലരത് ഏർലി വന്ന ഉടനെ തന്നെ അത് ചെയ്യുന്നതിൽ വളരെ എഫിഷ്യൻ്റ് ആയിരിക്കും. അല്ലാത്തവർ ചിലപ്പോൾ മേ ബി അത് പഠിച്ച് വരാൻ ചിലപ്പോൾ സമയമെടുക്കും. പലരും പല ടൈപ്പാണല്ലോ. അപ്പോൾ എങ്കിലും ഓവറോൾ ഞാൻ പറയുന്നു, ജർമ്മനി ഈസ് ഗുഡ്. പാർട്ട് ടൈം ഇത് പോകാനും ഇനി ഫുൾ ടൈമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫുൾ ടൈമായിട്ട് നമുക്ക് ജോലി ചെയ്യാം. 240 ദിവസം അല്ല 280 ദിവസമാണെന്ന് തോന്നുന്നു. 280 ദിവസമാണ് നമുക്ക് പാർട്ട് ടൈം ഒരു വർഷത്തിൽ ചെയ്യാൻ പറ്റുക. അത് ഫുൾ ടൈം ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളത് 140 ദിവസമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ സ്റ്റുഡൻസ്. അപ്പോൾ നമുക്ക് ടോട്ടലി ഒരു മാസം 80 അവറൊക്കെയാണ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ എക്സീഡ് ചെയ്യാം, കുഴപ്പമില്ല, എക്സീഡ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ അത് പിന്നെ വർഷത്തിലത് അവസാനം നമ്മുടെ ഒരു വർഷത്തിൽ ഇത്ര അവർ വരും ഈ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട്. ആ അവർ തീരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെവിടെയാണ് ജോലി ചെയ്യുന്നത് അവർ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇൻഫോം ചെയ്തലും കഴിയാറായി എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മൾ നിൽക്കുന്ന ടാക്സ് ക്ലാസ് എന്ന് പറയുന്നത് പാർട്ട് ടൈം ചെയ്യുകയാണെങ്കിൽ ടാക്സ് ക്ലാസ് 1 ഏകദേശം 10% ആയിരിക്കും നമ്മുടെ നിന്ന് ഈ പറഞ്ഞ പോലെ ടാക്സ് പിടിക്കുക. അപ്പോൾ അതൊക്കെയാണ് ഇൻഫോർമേറ്റീവായിട്ടുള്ള പാർട്ട് ടൈം ജോബ്സിൻ്റെ ഇൻഫോർമേഷൻസ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോകളും അതുപോലെ തന്നെ എന്തൊക്കെ വീഡിയോസാണ് ചെയ്യേണ്ടതെന്നും നിങ്ങൾക്ക് അറിയണം, നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഞാനത് സോർട്ട് ചെയ്ത് ഏറ്റവും അത്യാവശ്യമായിട്ടും നിങ്ങൾക്ക് വേണ്ട കാര്യം എന്താണെന്നുള്ളത് ഞാൻ ചെയ്യാം. അല്ലെങ്കിൽ ഓരോരുത്തർ കമൻറ്റ് ചെയ്യുന്നതനുസരിച്ച് ഓരോരുത്തർക്കനുസരിച്ച് ഞാൻ വീഡിയോസ് ഇടാം. അപ്പോൾ എല്ലാവർക്കും ബായ്. ഇൻഫോർമേറ്റീവ് ഇൻഫോർമേഷൻസൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. ചൂസ്.